അസ്സലാമലൈക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ചക്കനെ കാട്ടി ഇങ്ങനെ കൊതിപ്പിക്കല്ല കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അല്ലേ? നമുക്ക് സുഖമാണ് അൽഹംദുലില്ലാ. അപ്പം നമ്മൾ ചക്ക കൊണ്ട് വീണ്ടും ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾ വന്ന് നമ്മളെ കാപ്പാട് കിച്ചണിലേക്ക് ഓടി ഓടി വന്നോടി കേട്ടോ. നടക്കണ്ട, അപ്പോൾ ഇത് തീർന്നു പോകും. അപ്പോൾ ഓടിക്കോടി. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വരും. കാപ്പാട് കിച്ചണിലേക്ക് വരും. ഞാൻ ഒരു ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ചക്ക ലേശം മധുരം കുറവായത് കാരണം പഞ്ചസാര കുറച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഇങ്ങനെ ഇത്രയും കട്ടിയിൽ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ ഈ മാവിൽ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് പഴം പൊരിക്കുന്ന പോലെ തന്നെ മാവ് മുക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചക്കപ്പൊരി ഉണ്ടാക്കാൻ പോവാണ് ഈ 4 മണിൻ്റെ ചായക്ക്. ആരുടെങ്കിലും ചക്ക ഉണ്ടാവും പറമ്പിൽ ചക്ക ഉള്ളവരൊക്കെ ഒന്ന് വേഗം പോയിട്ട് ചക്ക ഇട്ടോളി. ഇപ്പൊ 4 മണിക്ക് ചായക്ക് ബേക്കറിയിലേക്ക് പോകണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ചക്ക ഇങ്ങനെ തിന്നും അടുത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കിക്കോളിട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നിസ്കാരം തുടങ്ങിട്ടോ പള്ളിയിൽ. അപ്പൊ ഇതേപോലെ എല്ലാവരും പൊരിച്ചു പോകും. ഇതിന്റെ വീട്ടിൽ തന്നെ ഉണ്ടായ ചക്കയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടം. നല്ല രുചിയാണ് കേട്ടോ അത്. 4 മണിക്ക് ചായക്ക് കുറേ ഉണ്ടാക്കേണ്ടി വരും. കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് പോകും ചായ തിളക്കുമ്പോഴേക്കും. അപ്പോൾ ഇതാ മക്കളെ, നമ്മളെ ചക്ക പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഒന്ന് പൊട്ടിച്ച് നോക്കാം. ചക്ക ഇതാ പീസ് പീസായിട്ട് വന്നിട്ട് കണ്ടാ, നമ്മളെ പഴംപൊരിൻ്റെ അതേപോലെ തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് ചക്കയാണെന്ന് മാത്രം. കണ്ടാ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി. എന്നിട്ടൊന്ന് കമൻറ്റ് പറഞ്ഞോളി. പിന്നെ കാപ്പാടിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളി. ലൈക്കും കൂടി അമർത്തണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുറേ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.